വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. അദ്ദേഹത്തെ അവർക്ക് സൂക്ഷിക്കാനും കഴിയില്ല. അവർ സദൃശ്യമാക്കപ്പെടുകയാണ്, അങ്ങനെ പോന്നുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നാം പറയുന്നത് ഇസ്ലാമികമായ സിദ്ധാന്തമാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 157 ഏറ്റവും അതിശയമുള്ള നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാനായി നേതൃത്വം നൽകിയ സഭാ ശുശ്രൂഷകർക്കും സഭാ അധ്യക്ഷന്മാർക്കും ഇവിടെ ആഗതരായിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും മറ്റ് മതങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ഓരോ സ്നേഹിതർക്കും വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊള്ളു. ഇപ്രകാരം ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുവാനായുള്ള ഏതാനും ചില കാരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിരത്തിയതിനു ശേഷം എന്റെ വിഷയാവതരണത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവതരിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്ന വിഷയം മശിയ യേശുവിന്റെ സുവിശേഷം അത് എന്ത് എന്നുള്ളതാണ്. ആദരണീയനായ ജനാബ് എം അക്ബർ മൗലവി വളരെ നാളുകളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അത് നഷ്ടപ്പെട്ടു പോയി എന്നും തിരുത്തപ്പെട്ടു പോയി എന്നും ഇന്ന് ക്രൈസ്തവരുടെ പക്കലുള്ള സുവിശേഷം മശിയ ഈശ അവതരിപ്പിച്ച സുവിശേഷം അല്ല എന്നും ആക്ഷേപങ്ങളായിട്ടും ആരോപണങ്ങളായിട്ടും മുന്നോട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ മറുപടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. അദ്ദേഹം എഴുതുന്ന വാക്യങ്ങൾ: മദ്യം വിളമ്പുന്ന ക്രിസ്തു, ബൈബിളിന്റെ ദൈവികത, പേജ് നമ്പർ 214. അദ്ദേഹം എഴുതുന്ന തലക്കെട്ട് മദ്യം വിളമ്പുന്ന ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവത്തെ പറ്റിയാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നാൽ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, ആ സംഭവത്തിൽ വളരെ വ്യക്തമായി ബൈബിൾ എഴുതിയിരിക്കുന്നത് അത് നല്ല വീഞ്ഞായിരുന്നു. നല്ല വീഞ്ഞ് എന്ന് യഹൂദ പശ്ചാത്തലത്തിൽ പറയുന്നത് അല്പം പോലും വീര്യമില്ലാത്തതായ വീഞ്ഞിനെയാണ്. അതുകൊണ്ടാണ് മഹാകവി വെള്ളത്തോള് അതേ സംഭവത്തെ പറ്റി തന്നെ പറഞ്ഞത്. മഗ്ദലക്കാരത്തി മറിയ എന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ അതേ സംഭവത്തെ പറ്റി മഹാകവി വെള്ളത്തോള് പറഞ്ഞത് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ ഭഗവാൻ. അത് മനസ്സിലാക്കുവാൻ ഹൈന്ദവ മതത്തിൽപ്പെട്ട സാംസ്കാരിക നേതൃത്വം വഹിച്ച, സാഹിത്യ സാംസ്കാരിക നേതൃത്വം വഹിച്ച മഹാകവി വെള്ളത്തോളിന് കഴിയുമായിരുന്നു. പ്രിയ സ്നേഹിതരെ, അതിന് യഹൂദ പശ്ചാത്തലം പഠിച്ച ക്രൈസ്തവർക്ക് മാത്രമല്ല, ഒരു ഹൈന്ദവനായിരുന്ന മഹാകവി വെള്ളത്തോളിന് അത് മനസ്സിലായി. അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞു, പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ ഭഗവാൻ. ജനാബ് എം അക്ബർ മൗലവി അതിനെപ്പറ്റി തന്നെ പറഞ്ഞു, മദ്യം വിളമ്പുന്ന ക്രിസ്തു. അവണ്ണം തന്നെ അദ്ദേഹത്തിന്റെ പേജ് 215 പറയുന്നത്, അസഹിഷ്ണുത ഉണ്ടാക്കുന്ന പ്രബോധകൻ, പരിശുദ്ധാത്മാവിന്റെ അജ്ഞത, പേജ് 129. പൗലോസിന്റെ കപടതന്ത്രങ്ങൾ, പേജ് 72. ഇതാദി തലക്കെട്ടുകൾ നടത്തി അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ബഹുമാന്യനായ പാസ്റ്റർ പറഞ്ഞതുപോലെ സൗമ്യതയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിൽ മറുപടി നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം
സൂറത്തു നിസാഇലെ 157, 158 വചനങ്ങളിൽ വളരെ കൃത്യമായി ഖുർആൻ പറയുന്ന കാര്യമാണ്. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ അവർക്ക് ക്രൂശിക്കാനും കഴിഞ്ഞിട്ടില്ല. അവർ സദൃശ്യമാക്കപ്പെടുകയാണ്, അങ്ങനെ തോന്നുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഖുർആൻ പറയുന്നത്. ബഹുമാന്യനായ സുവിശേഷ വേല ചെയ്യുന്ന സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ്, യാതൊരു സംശയമില്ല. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനുമെല്ലാം യോജിക്കുന്ന ബൈബിളിലെ വളരെ വിരളമായ പോയിന്റുകളിൽ ഒന്നാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന പോയിന്റ്. എന്നാൽ ഈ പോയിന്റ് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് നാം പരിശോധിക്കണം എന്ന് മാത്രമേ എനിക്ക് എന്റെ സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതായി 4 സുവിശേഷങ്ങളും 3 സംഹിതാ സുവിശേഷങ്ങളും യോഹന്നാന്റെ സുവിശേഷവും ഒരേപോലെ പറയുന്നുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, യാതൊരു സംശയവും വേണ്ട. എന്നാൽ അത് എത്രത്തോളം ശരിയാണ് എന്നാണ് നാം പരിശോധിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് ഈ 4 സുവിശേഷങ്ങൾ മാത്രം ബൈബിളിന്റെ ഭാഗമായത് AD 325 നിഖയ സുനഹദോസിന് ശേഷമാണ്. അതിനു മുൻപ് പല പുസ്തകങ്ങളും വായിക്കപ്പെട്ടിരുന്നു, പല സഭകളാലും. അങ്ങനെ വായിക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങളിൽ ഏകദേശം 20ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രവൃത്തി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, മറ്റ് ലേഖനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് 4 സുവിശേഷങ്ങൾ മാത്രം തെരഞ്ഞെടുത്തു, ബാക്കിയുള്ളവ നശിപ്പിച്ചു കളഞ്ഞു. ഈ 4 സുവിശേഷങ്ങൾ തെരഞ്ഞെടുക്കുവാനുണ്ടായിരുന്ന അടിസ്ഥാന മാനദണ്ഡം ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അംഗീകരിക്കുന്ന സുവിശേഷങ്ങൾ മാത്രമാണ് സ്വീകരിക്കേണ്ടത് എന്ന നിഖിയ സുനഹദോസിന്റെ തീരുമാനമായിരുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അംഗീകരിക്കാത്ത രേഖകളെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടാണ് നിഖിയ സുനഹദോസിന് ശേഷമുള്ള സഭ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ 4 സുവിശേഷങ്ങൾ പൊക്കിപ്പിടിച്ച് ഇത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് അംഗീകരിക്കുന്നു എന്നതാണ് അതിന് നിലനിൽപ്പ് തന്നെ നൽകിയത്. ഇനി അതിന്റെ അംഗീകാരം നമുക്ക് എത്രത്തോളം സ്വീകരിക്കാൻ കഴിയും, നമ്മൾ അതാണ് പരിശോധിക്കേണ്ടത്. മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും 4 സുവിശേഷങ്ങളാണുള്ളത്. യേശു ക്രൂശിക്കപ്പെട്ടു എന്നതിന് ലോകത്ത് അവശേഷിക്കുന്ന 4 സാക്ഷികളാണ് ഇവർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 4 പേരുടെയും സാക്ഷ്യം സ്വീകാര്യമാകുമോ? ഒന്നാമത്തെ എന്റെ ചോദ്യം അതാണ്. മത്തായിയുടെ സുവിശേഷം, യേശു ക്രിസ്തുവിന് മത്തായി എന്ന പേരിൽ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ സുവിശേഷം എഴുതിയ മത്തായി യേശുവിന്റെ ശിഷ്യനല്ല ആയ മത്തായി അല്ല എന്നും, കാലഘട്ടങ്ങൾക്ക് ശേഷം ആരോ എഴുതി യേശുവിന്റെ ശിഷ്യനായ മത്തായിയുടെ പേരിൽ ആരോപിച്ചതാണ് എന്നുമുള്ള വസ്തുത ബൈബിൾ പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഒന്നാമത്തെ സുവിശേഷ കർത്താവ് യേശുവിന്റെ ശിഷ്യനല്ല. രണ്ടാമത്തെ സുവിശേഷ കർത്താവ് മർക്കോസ് യേശുവിന്റെ ശിഷ്യനല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. മർക്കോസ് നേരിട്ട് യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് പോലുമില്ല. മൂന്നാമത്തെ ആളായ ലൂക്കോസ് പൗലോസിന്റെ യേശുവിന്റെ ശേഷം, യേശുവിന്റെ കാലശേഷം യേശുവിന്റെ മതം മാറ്റി പുതിയൊരു മതത്തെ അവിടുത്തെ ആളുകൾക്ക് പഠിപ്പിച്ച പൗലോസിന്റെ ശിഷ്യനാണ് ലൂക്കോസ്. അദ്ദേഹവും യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, യേശുവിന്റെ ശിഷ്യനല്ല. നാലാമത്തെ ആളായ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനത്തിൽ യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ അല്ല ആ സുവിശേഷം എഴുതിയത് എന്നും, പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയോ എഴുതി യോഹന്നാന്റെ പേരിൽ രേഖപ്പെടുത്തിയതാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. വേണമെങ്കിൽ ഹാർപ്പേഴ്സ് ബൈബിൾ ഡിക്ഷണറി,
അതല്ലെങ്കിൽ സെന്റ് ജെറോം ബിബ്ലിക്കൽ കമന്ററി, അതുമല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിൾ വിജ്ഞാനകോശമായ ബൈബിൾ നിഘണ്ടു AC ക്ലൈറ്റന്റെ, അതല്ലെങ്കിൽ കത്തോലിക്കരുടെ ബൈബിൾ വിജ്ഞാനകോശമായ ബൈബിൾ വിജ്ഞാനകോശം ഡോക്ടർ ജോൺ മുല്ലമറ്റം എഡിറ്റ് ചെയ്തത്. ഇത് ഏത് വായിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇനി വേണ്ട, വാദത്തിന് വേണ്ടി ഈ 4 പേർ സാക്ഷികളാണെന്ന് നമ്മൾ അംഗീകരിക്കുക. 4 പേരും ദൃക്സാക്ഷികളാണ്. ഈ കുരിശുമരണം എന്നുള്ള സംഭവം 4 പേരും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുക. ഈ 4 പേരും കണ്ട സംഭവം സ്വാഭാവികമായിട്ടും ലോകത്തെ ഏത് കോടതിയിലാണെങ്കിലും 4 സാക്ഷികൾ ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം അംഗീകരിക്കും. പക്ഷേ ആ ദൃക്സാക്ഷികളുടെ ദൃക്സാക്ഷി വിവരണം കൃത്യമാകണം, വൈരുദ്ധ്യമില്ലാത്തതാകണം, തെറ്റുപറ്റാത്തതാകണം. എന്നാൽ ഈ 4 സാക്ഷികളെയും നമുക്ക് കോടതിയിലേക്ക് കൊണ്ടുവരാം. അവരുടെ ദൃക്സാക്ഷി വിവരണം നമുക്ക് പരിശോധിക്കാം. അവർ കുരിശുമരണത്തിന് യേശുവിനെ ഒറ്റുകൊടുക്കുന്ന സമയം മുതൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ക്രൂശിൽ മരിക്കുന്ന സമയം വരെയുള്ള വ്യത്യസ്ത സംഭവങ്ങളെ വിശദീകരിച്ചിട്ടുള്ളത് വിരുദ്ധമായ രീതിയിലാണ് എന്നുള്ളതാണ് സത്യം. യാതൊരു ഐക്യവുമില്ലാത്ത രൂപത്തിലാണ് പല വിശദീകരണങ്ങളും. ആദ്യമായി ചുംബനത്തിലൂടെ ഒറ്റുകൊടുത്ത രംഗത്തെക്കുറിച്ച്, ചുംബനത്തിലൂടെയാണ് ഈ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുത്തത് എന്ന് മത്തായി പറയുമ്പോൾ അത്തരം ഒരു ചുംബനത്തെക്കുറിച്ച് തന്നെ യോഹന്നാൻ അറിഞ്ഞിട്ടില്ല. മത്തായി യേശുവിനെ പിടിച്ചതിന് ശേഷം ആദ്യമായി കയ്യാഫാസിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ അല്ല, അന്നാസിന്റെ അടുക്കലേക്കാണ്, കയ്യാഫാസിന്റെ അമ്മായിയപ്പനായ അന്നാസിന്റെ അടുക്കലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് ലൂക്കോസ് പറയുന്നത്. യേശുവാണ് കുരിശു ചുമന്നത് എന്ന് മത്തായി പറയുമ്പോൾ അല്ല, യേശുവിനോടൊപ്പമുള്ള മറ്റൊരാളാണ് കുരിശു ചുമന്നത് എന്ന് മർക്കോസ് പറയുന്നു. ഇനിയും കഴിഞ്ഞോ? എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത്, എല്ലാം തെറ്റിക്കോട്ടെ, കുരിശുമരണം കണ്ട ആൾക്കാരാണല്ലോ, ഏറ്റവും ചുരുങ്ങിയത് ആ കുരിശുമരണത്തിൽ യേശു ക്രിസ്തു അവസാനമായി എന്തു പറഞ്ഞു എന്ന വിഷയമെങ്കിലും അവരെല്ലാരും ഒരേപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവരെ ദൃക്സാക്ഷികളായി അംഗീകരിക്കാമായിരുന്നു. എന്നാൽ മത്തായി പറയുക, യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏലി ഏലി ലമാ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞു എന്നാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് യേശു ക്രിസ്തു ആ സമയമായപ്പോൾ, മരണത്തിന്റെ സമയമായപ്പോൾ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് സമാധാനത്തോടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇങ്ങനെ ദൃക്സാക്ഷികളായി കോടതിക്ക് മുന്നിൽ ഹാജരാകുന്ന ഈ 4 പേരും ഈ സംഭവത്തെക്കുറിച്ച് തികച്ചും വിരുദ്ധമായ, തികച്ചും വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സത്യസന്ധമായ ഒരു കോടതിക്ക് ഇവരുടെ വർത്തമാനം തെളിവായി എടുക്കാൻ കഴിയില്ല. ഇതല്ലാത്ത തലത്തിൽ ഞാൻ പറഞ്ഞു 4 പേരും ദൃക്സാക്ഷികളല്ല താനും. ഇനിയത്തെ പ്രശ്നം പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്നുള്ളതാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു. എന്താ? അവർക്ക് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർക്ക് സാദൃശ്യപ്പെടുത്തപ്പെടുക മാത്രമാണ് ചെയ്തത്. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ ഇന്നും തർക്കത്തിൽ തന്നെയാണ്. തീർച്ചയായും ആ വിഷയത്തിൽ തർക്കത്തിലും അഭിപ്രായാന്തരത്തിലും ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് ബൈബിളിന്റെ സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. തീർച്ചയായും സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സുവിശേഷങ്ങളും ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് 4 സുവിശേഷങ്ങൾ അതിജീവിച്ചത് തന്നെ കുരിശുമരണത്തെ അത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ അംഗീകരിക്കുന്ന 4 സുവിശേഷങ്ങൾ തന്നെ വൈരുദ്ധ്യമാണ് ഈ വിഷയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവ വസ്തുനിഷ്ഠമായ ഒരു തെളിവായി അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവിക ഗ്രന്ഥം കൃത്യമായി യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിന് മറുപടിയായി, അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങൾക്കും മറുപടിയായി ഞങ്ങൾ പുസ്തകം ഉണ്ട്, ഞങ്ങളുടെ ഒരു പുസ്തകമുണ്ട്, ജനാബ് എം അക്ബറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി. അത് നിങ്ങൾക്ക് പുറത്ത് ലഭിക്കുന്നതാണ്. അതേപോലെ മുമ്പ് നടത്തിയ CD-യുടെ കോപ്പികളും നിങ്ങൾക്ക് പുറത്ത് ലഭിക്കുന്നതാണ്. ഞാൻ വിഷയ അവതരണത്തിലേക്ക് കടക്കുകയാണ്. മശിയ ഈശയുടെ സുവിശേഷം
അത് തിരുത്തപ്പെട്ടുവോ മാറ്റപ്പെട്ടുവോ? ബൈബിൾ ഖുറാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ബൈബിളും ഖുറാനും മശിയ ഈശയെ പറ്റി പറയുമ്പോൾ ചില സാമ്യങ്ങളുണ്ട്. ആ സാമ്യങ്ങൾ എന്ന് പറയുന്നത് സൂര 3:47 ഇമ്രാൻ കുടുംബം മശിയ കന്യകാജാതനായിരുന്നു എന്നുള്ളത് ഇസ്ലാമും ക്രൈസ്തവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. സൂര മറിയം 19:19 മശിയ പരിശുദ്ധ പുത്രനായിരുന്നു. മറിയമിന്റെ പരിശുദ്ധ പുത്രൻ എന്നാണ് ഖുർആൻ മശിയ ഈശയെ പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാപരഹിതനായ, പാപമെന്തെന്നറിയാത്തതായ ജീവിതത്തിന് ഉടമയായിരുന്നു മശിയ ഈശ എന്നത് ഖുർആനും ബൈബിളും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. മശിഹ മഹാത്ഭുതങ്ങളെ ചെയ്തു എന്ന് സൂര 3:49 നമുക്ക് കാണാം. അത് ഖുർആനും ബൈബിളും ഒരുപോലെ സമ്മതിച്ചതാണ്. മശിയ ഈശ മഹാത്ഭുതങ്ങളെ ചെയ്തു. എന്നാൽ മശിയ ഈശയുടെ കാര്യത്തിൽ വരുമ്പോൾ, മറ്റു ചില കാര്യത്തിൽ വരുമ്പോൾ ഖുർആനും ബൈബിളും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉള്ളതായ ധാരാളം കാര്യങ്ങളുണ്ട്. മശിയ ഈശയുടെ അസ്തിത്വത്തെ പറ്റി വരുമ്പോൾ, അവൻ പുരാതനമായ ദൈവത്തോട് സമനായിരുന്നവൻ, നിത്യത മുതൽ ഉണ്ടായിരുന്നതായ മശിയ ഈശയെ പറ്റി ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ, മശിയ ഈശയുടെ ജനനം അത് ആദമിന് സദൃശ്യമാക്കി. മശിയ ഈശയുടെ ആരംഭം മറിയമിന്റെ ഉദരത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ ധാരാളം വ്യത്യാസങ്ങൾ മശിയ ഈശയുടെ ക്രൂശീകരണത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്രകാരമുള്ള വ്യത്യാസങ്ങൾക്ക് ജനാബ് MM അക്ബർ മൗലവി മുമ്പോട്ട് വെച്ചിരിക്കുന്ന ന്യായങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇഞ്ചിൽ തിരുത്തപ്പെട്ടതുകൊണ്ടാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു അവതരിപ്പിച്ചതായ സുവിശേഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അത് നിങ്ങൾ തിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളും ഖുറാനും തമ്മിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ വരുന്നത്. അദ്ദേഹം ആരോപണങ്ങളായി അതിന് പറയുന്നത്, മശിയ ഈശ അവതരിപ്പിച്ച ഗ്രന്ഥം ഇന്നില്ല. 2, ശിഷ്യന്മാർ എഴുതിയതായ സുവിശേഷം അംഗീകരിക്കുവാനായിട്ടുള്ള സാധ്യതയില്ല. മശിയ ഈശ തന്നെ അവതരിപ്പിച്ചെഴുതിയതായ ഗ്രന്ഥം വേണം അവതരിപ്പിക്കുവാൻ. ഇന്ന് ബൈബിളിൽ ഉള്ളതായ ഗ്രന്ഥം എന്ന് പറയുന്നത് AD 325 നൈസിയൻ കൗൺസിൽ അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥം ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആരോപണം. 3, മറ്റു സുവിശേഷങ്ങൾ, നോസ്റ്റിക് ഗോസ്പൽസ് ആയി നാം കരുതുന്ന മറ്റു സുവിശേഷങ്ങൾ, അതുപോലെ തന്നെ ഗോസ്പൽ ഓഫ് ബർണബാസ് തുടങ്ങിയ ഗോസ്പലുകൾ ക്രൈസ്തവർ അംഗീകരിക്കാത്തത് എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യമാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ന്യായങ്ങൾക്ക്, അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നതായ കാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിച്ചതിന് ശേഷം മറ്റൊരു കാരണം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ച് മുസ്ലിം സഹോദരന്മാരുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിച്ച ശേഷം ഈ വിഷയാവതരണത്തിന് ഞാൻ ഒരു പൂർണ്ണ വിരാമം കുറിക്കും. എന്റെ കാരണം, ഞാൻ മുന്നോട്ട് വെച്ചാൻ അവതരിപ്പിക്കുന്നതായ കാരണം, തൗറത്തും ഇഞ്ചിലും അവതരിപ്പിച്ച ഉറവിടത്തിൽ നിന്നല്ല ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് രണ്ടും 2 ഉറവിടങ്ങളിൽ നിന്നാണ്. മോശയെയും ദാവീദിനെയും അയച്ച ദൈവമല്ല ഖുർആൻ അവതരിപ്പിച്ച ദൈവം. ഇത് രണ്ടും 2 ഉറവിടമായതുകൊണ്ടാണ് ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം വരുന്നതെന്ന് മശിയ ഈശയുടെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, തൗറത്തിന്റെ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് തൗറത്ത് മശിഹയെ പറ്റി എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കി ആ തൗറത്തിനെ അംഗീകരിക്കുന്ന ഖുർആനോ ഇഞ്ചിലോ എന്നുള്ളത് പരിശോധിച്ച് ഇത് രണ്ടും 2 ഉറവിടത്തിലാണ്, അതുകൊണ്ടാണ് വൈരുദ്ധ്യങ്ങൾ വന്നതെന്ന് നിങ്ങളുടെ മുന്നിൽ പരിഗണനയ്ക്ക് സമർപ്പിച്ച ശേഷം ഞാൻ ഈ വിഷയാവതരണത്തിന് ഒരു പൂർണ്ണവിരാമം കുറിക്കുകയാണ്. 1, മശിയ ഈശയുടെ സുവിശേഷം അതൊരു ഗ്രന്ഥമായിട്ടാണോ മശിയ ഈശ അവതരിപ്പിച്ചത്? ജനാബ് MM അക്ബർ മൗലവിക്ക് ചരിത്രത്തിൽ നിന്ന് യാതൊരു തെളിവും ഇതിനു വേണ്ടി അവതരിപ്പിക്കുവാനായി കഴിഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ മശിയ ഈശയുടെ സുവിശേഷം എന്ന് പറഞ്ഞതായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തെളിയിക്കുവാനായി കഴിഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം ചെയ്യുന്നത് ബൈബിളിൽ ചില ആന്തരിക തെളിവുകൾ ഉണ്ട് എന്ന് നിരത്തുകയാണ്.
കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി എന്ന വാക്യമെടുത്ത് അദ്ദേഹം പറയുന്നത് ഇതായിരുന്നു മശീഹ ഈശയുടെ സുവിശേഷം. അതിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, എന്നാൽ ബൈബിളിന്റെ ആന്തരിക തെളിവുകളെ വായിക്കുന്ന ഏവർക്കും മനസ്സിലാകുന്നത് സുവിശേഷത്തിന് അതിലും വ്യാപകമായ ഒരർത്ഥമാണുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൂതൻ പറയുകയാണ്, ഞാൻ ഇന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ യേശു ക്രിസ്തു രക്ഷിതാവായി, കർത്താവായ ക്രിസ്തു രക്ഷിതാവായി ജനിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ കാതൽ എന്ന് ദൂതൻ പ്രഖ്യാപിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആരംഭമായി സുവിശേഷകനായ മർക്കോസ് എഴുതുമ്പോൾ എഴുതുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. മശിയ ഈശയുടെ ജനനം അത് സുവിശേഷമാണ്. മശിയ ഈശയുടെ ജീവിതം അത് സുവിശേഷമാണ്. അതേപോലെ മത്തായി സുവിശേഷം 26:13 നാം ഇപ്രകാരം വായിക്കുന്നു, കർത്താവിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത സ്ത്രീയെ പറ്റി കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നത്, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ വാക്കുകളാണ്. തന്റെ ശവസംസ്കാരത്തിന് വേണ്ടി തൈലം പൂശിയ ആ സ്ത്രീയെ പറ്റി കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം. മത്തായി സുവിശേഷം 26:13 എന്ന് പറഞ്ഞാൽ മശിയ ഈശയുടെ ജനനം, മശിയ ഈശയുടെ പ്രബോധനം, മശിയ ഈശയുടെ ജീവിതം, മശിയ ഈശയുടെ മരണം, മശിയ ഈശയുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതാകുന്നു പ്രിയ സ്നേഹിതരെ സുവിശേഷം. ആന്തരിക തെളിവുകൾ വെച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോൾ മശിയ ഈശ അവതരിപ്പിച്ച ഏതോ ഒരു ഗ്രന്ഥം എന്ന നിലയിലല്ല ഇഞ്ചിൽ, മറിച്ച് മശിയ ഈശ ഈ ലോകത്തിലേക്ക് അവതരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപപരിഹാരാർത്ഥം ദൂതൻ പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ കർത്താവായ ക്രിസ്തു രക്ഷിതാവായി ജനിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ കാതൽ, അല്ലാതെ ഒരു പുസ്തകം എന്ന നിലയിലല്ല. ജനാബ് എം അക്ബർ മൗലവിക്ക് ബൈബിളിൽ നിന്ന് ഒരു ആന്തരിക തെളിവ് അതിനുവേണ്ടി ഇല്ല. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് ശ്ലീഹ 2 തിമോത്തിയോസ് 2:8 പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഇഞ്ചിൽ, അതാകുന്നു സുവിശേഷം. സുവിശേഷം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന, ജീവിത, പ്രബോധന, മരണ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പഠിപ്പിക്കുന്നതാണെങ്കിൽ അത് മശിയ ഈശ തന്നെയാണോ എഴുതിയത്? അതോ മശിയ ഈശ മറ്റുള്ളവരെ അത് പഠിപ്പിക്കുവാനും എഴുതുവാനുമായി ഏർപ്പെടുത്തിയിരുന്നുവോ? വീണ്ടും നമുക്ക് ബൈബിളിലേക്ക് വരാം. സുവിശേഷ കൃതികൾ എഴുതപ്പെട്ടത് എങ്ങനെ? ഞാൻ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ഇസ്ലാമിന്റെ നബിയായ മുഹമ്മദ് സാബിന് ഖുർആൻ ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ഗ്രന്ഥമായി ഇത് എഴുതി ആർക്കും കൊടുത്തിരുന്നില്ല. ഗ്രന്ഥമായി ക്രോഡീകരിച്ചത് പിന്നീട് വന്ന അബൂബക്കറും എന്നാൽ ഇന്ന് നിലവിലുള്ള ഉത്തുമാന്റെ ഖുർആനുമാണ്. അതുപോലെയാണോ മശീഹ ഈശയുടെ ജീവചരിത്രം, മശീഹ ഈശയുടെ ജനന, ജീവിത, മരണ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പഠിപ്പിക്കുവാൻ മശീഹ ഈശ ആരെയെങ്കിലും നിയമിച്ചിരുന്നുവോ? ആന്തരിക തെളിവുകൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ മശീഹ ഈശ പറയുന്നു, പരിശുദ്ധാത്മാവ് വരുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും ഓർമ്മപ്പെടുത്തും. മശീഹ ഈശ തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഒക്കെയും, ഏതെങ്കിലും ഹഫീസിന്റെ ഓർമ്മകളിൽ വിട്ടിട്ട് പോയിട്ടുള്ളതല്ല ഇഞ്ചിൽ, ഏതെങ്കിലും മാനുഷിക ഓർമ്മശക്തിയിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ളതല്ല ഇഞ്ചിൽ, മറിച്ച് പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്കത് ഓർമ്മപ്പെടുത്തി തരുമെന്ന് ഈശാ മശിഹ വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 14:26 പ്രഖ്യാപിച്ചു. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചത് ഒക്കെയും അതിൽ നിന്ന് ഒന്നും നഷ്ടമാകുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 16:13 മുതൽ 15 വാക്യങ്ങളിൽ നാം വീണ്ടും വായിക്കുന്നു,
പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുകയും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് മശിഹ ഈശ പഠിപ്പിച്ചതും മശിഹ ഈശയുടെ ജീവചരിത്രവും മശിഹ ഈശയുടെ മരണാനന്തര ഉയർത്തെഴുന്നേൽപ്പും എല്ലാം അവരെ ഓർപ്പെടുത്തുമെന്ന് മശിഹ ഈശ അവർക്ക് വാഗ്ദാനം ചെയ്തു. മശിഹ ഈശയുടെ ഇഞ്ചിലിന്റെ സന്ദേശം അത് പരിശുദ്ധാത്മാവിലൂടെ ലോകത്തിൽ പ്രചരിക്കപ്പെടുമെന്നും അത് ശിഷ്യന്മാർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുമെന്നും മശിഹ ഈശ തന്നെ പറഞ്ഞു. എന്ന് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, മശിഹ ഈശ മരിച്ച ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്ത് ചെയ്തു? 40 നാൾ മശിഹ ഈശ മരിച്ച ഉയർത്തെഴുന്നതിന് ശേഷം ഈ ലോകത്തിലുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24:27 നാം വായിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ചുള്ളത് വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്വന്തം ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെ തൗറത്തിന്റെ മുഴുവൻ വ്യാഖ്യാനവും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഉയർത്തെഴുന്നേറ്റ ശേഷം 40 നാളോളം മശിഹ ഈശ ഈ ലോകത്തിലായിരിക്കുകയും ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുകയും അവരെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിപ്പീൻ. മശിഹ ഈശ അവരെ പഠിപ്പിച്ചു, മശിഹ ഈശ അവരെ ഓർപ്പെടുത്തി. അത് കഴിഞ്ഞ് മശിഹ ഈശ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ദൈവമെന്ന പരിശുദ്ധാത്മാവ് തന്നെ വന്ന് നിങ്ങളെ ഈ സകല സത്യത്തിലേക്കും വഴി നടത്തുകയും നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ മശിഹ ഈശയുടെ സന്ദേശം നഷ്ടപ്പെടുവാൻ സാധ്യമാണോ? ആന്തരിക തെളിവുകൾ അനുസരിച്ച് അത് സാധ്യം അല്ല. ഇതിനെ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? 1 കൊരിന്തി, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ തന്നെയാണ് തങ്ങൾ ഗ്രന്ഥം എഴുതുന്നതെന്ന് അപ്പോസ്തലന്മാരും പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകലതും ഓർമ്മപ്പെടുത്തും. അത് തന്നെ അപ്പോസ്തലന്മാർ ഏറ്റു പറഞ്ഞു. 1 കൊരിന്തി 2:13, ഞങ്ങൾ മനുഷ്യജ്ഞാനം കൊണ്ടല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പഠിപ്പിക്കുന്നു. വീണ്ടും 1 തെസ്സലോനി 2:13 പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച വചനം മനുഷ്യന്റെ അല്ല, അത് സാക്ഷാൽ ദൈവവചനം. 1 തെസ്സലോനി 4:1 മുതൽ 2, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഈ കൽപ്പനകളെ നിങ്ങൾക്ക് തന്നു. പൗലോസ് ശ്ലീഹ പറയുന്നത്, മശിഹ ഈശ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് സ്വന്തം അപ്പോസ്തലന്മാർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളത് അപ്പോസ്തലന്മാർ സാക്ഷ്യമായി എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർ പരസ്പരമുള്ള കൃതികൾ ദൈവിക ഗ്രന്ഥങ്ങളായി അക്കാലത്ത് തന്നെ അംഗീകരിച്ചിരുന്നു. 1 തീമോഥെയോസ് 5:8 അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, തിരുവെഴുത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നുവല്ലോ. തിരുവെഴുത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വാക്യം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് ലീഹ പറയുകയാണ്, തിരുവെഴുത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നുവല്ലോ. പരസ്പരമുള്ള ഗ്രന്ഥങ്ങൾ അന്ന് തന്നെ മശിഹ ഈശയുടെ വാഗ്ദാന പ്രകാരം അവർ തിരുവെഴുത്തുകളായി അംഗീകരിച്ചു. അതുകൊണ്ട് 2 പത്രോസ് 3:15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ലീഹ പറയുകയാണ്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസിന്റെ സകല ലേഖനങ്ങളും ശേഷം തിരുവെഴുത്തുകളെ പോലെ. പൗലോസിന്റെ സകല ലേഖനങ്ങളും ശേഷം തിരുവെഴുത്തുകൾക്ക് തുല്യമാണ് എന്ന് ആരാണ് എഴുതിയിരിക്കുന്നത്? പത്രോസ് ലീഹ എഴുതിയിരിക്കുകയാണ്. മശിഹ ഈശ പറഞ്ഞു പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. അപ്പോസ്തലന്മാർ പറഞ്ഞു പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. അവരത് പരസ്പരം തിരുവെഴുത്തുകളായി അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ മശിഹ ഈശ ഏർപ്പെടുത്തിയ സംവിധാനത്തിൽ തന്നെയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്ന സുവിശേഷം. ഇത് ആന്തരിക തെളിവുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തിയത്. ചരിത്രത്തിൽ അതെന്തു പറയുന്നു? ജനാബ് MM അക്ബർ മൗലവി പറയുന്നത്, AD 325 കൗൺസിൽ ഓഫ് നൈസിയൻ കൗൺസിൽ വരുന്നിടം വരെയും നിങ്ങൾ മറ്റു പല സുവിശേഷങ്ങളായിരുന്നു. അന്ന് 4 സുവിശേഷങ്ങളാണ് നിങ്ങൾ അംഗീകരിച്ചിരുന്നത്. ചരിത്രം അങ്ങനെയാണോ പറയുന്നത്? ജനാബ് അക്ബർ മൗലവി അങ്ങനെയായിരിക്കാം, പക്ഷെ ചരിത്രം അങ്ങനെയാണോ എന്ന് നാം പരിശോധിക്കാം.
AD 96 പൗലോസ്ലീഹയുടെ ശിഷ്യനായിരുന്ന ക്ലൈമന്റ് ഓഫ് റോം, അദ്ദേഹം കൊരിന്ത്യർക്ക് എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, 1 കൊരിന്തി, എബ്രായ ലേഖനം തുടങ്ങിയ പുതിയ നിയമ കൃതികൾ AD 96 കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലൈമന്റ് ഓഫ് റോം അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് അദ്ദേഹം പുതിയ നിയമ കൃതികളെ തിരുവെഴുത്തുകളായി തന്നെ ഉദ്ധരിച്ചു എന്ന് AD 325 അല്ല, AD 96. AD 110 ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, അദ്ദേഹം യോഹന്നാൻ അപ്പോസ്തലന്റെ ശിഷ്യനാണ്. അദ്ദേഹം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ സുവിശേഷങ്ങളെ തിരുവെഴുത്തുകളായി, ചാപ്റ്റർ 14 സുവിശേഷങ്ങളെ തിരുവെഴുത്തുകളായി അദ്ദേഹം കോട്ട് ചെയ്യുന്നു എന്ന് AD 110, AD 96, AD 110, AD 115, AD 155, AD 155 സഭാപിതാവായ പോളികാർപ്പ്, അദ്ദേഹം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അധ്യായം 2, 6, 7 റെഫറൻസുകൾ എഴുതിയെടുത്തുകൊള്ളുക. പോളികാർപ്പ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ 2, 6, 7 സുവിശേഷങ്ങളെ തിരുവെഴുത്തുകളായി ഉദ്ധരിച്ചു. AD 96, AD 110, AD 155, AD 165 സഭാപിതാവായ ജസ്റ്റിൻ മാർട്ടിയർ ക്രിസ്ത്യാനികളെ എന്തു പഠിപ്പിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അപ്പോളജി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ക്രിസ്ത്യാനികളെ എന്തു പഠിപ്പിച്ചു എന്നുള്ള അധ്യായത്തിൽ സുവിശേഷങ്ങളെ വീണ്ടും തിരുവെഴുത്തുകളായി അദ്ദേഹവും ഉദ്ധരിച്ചു. AD 165 ജനാബ് MM അക്ബർ മറിയൂർ പറയുന്നത് AD 325 എന്നാ. AD 96 മുതലുള്ള ചരിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോസ്തലന്മാർ പരസ്പരം അംഗീകരിച്ചത് കണ്ടു. ആന്തരിക തെളിവുകൾ, ചരിത്രത്തിലെ തെളിവുകൾ നമ്മൾ നോക്കുകയാണ്. AD 180 സഭാപിതാവായ ഐറന്യൂസ് ദുരുപദേശങ്ങൾക്കെതിരെ എഴുതിയ അദ്ദേഹത്തിന്റെ കൃതിയിൽ അധ്യായം 3 വാക്യം 11 4 സുവിശേഷങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. AD 180 സഭാപിതാവായ ഐറന്യോസ് വളരെ വ്യക്തമായി പറയുന്നു, ക്രൈസ്തവർക്ക് ലഭിച്ചിരിക്കുന്നത് 4 സുവിശേഷങ്ങളാണ്. ജനാബ് MM അക്ബർ മൗലവി പറയുന്നത് 325 നിങ്ങൾ അംഗീകരിച്ചത്. ഇദ്ദേഹം ചരിത്രം പഠിച്ചിട്ടുണ്ടോ? AD 200 സഭാപിതാവായ ക്ലൈമന്റ് ഓഫ് അലക്സാൻഡ്രിയ രക്ഷിക്കപ്പെടുന്ന ധനികൻ ആർ എന്ന ഒരു പാംലെറ്റ് അദ്ദേഹം എഴുതി. രക്ഷിക്കപ്പെടുന്ന ധനികൻ ആർ, അത് ഏതിനുള്ള വ്യാഖ്യാനമാണെന്നറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ എടുത്ത് അതിനെപ്പറ്റി അദ്ദേഹം ഒരു ട്രാക്ട് എഴുതി. AD 200. AD 210 ക്രൈസ്തവ പണ്ഡിതനായ ഒർജിൻ യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷങ്ങൾക്ക് കമന്ററി എഴുതി. പ്രിയ മുസ്ലിം സ്നേഹിതരെ, എൻ്റെ ക്രൈസ്തവ സഹോദരി സഹോദരന്മാരെ, പണ്ടൊക്കെ നമുക്ക് ഒഴിവുകൾ ഉണ്ടായിരുന്നു. ഈ സുവിശേഷങ്ങൾ, തള്ളപ്പെട്ട സുവിശേഷങ്ങൾ എന്ന് പറയുന്ന ഈ സുവിശേഷങ്ങൾ നമ്മൾക്ക് വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആർക്കും ഒഴിവില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ഏവർക്കും ലഭിക്കുവാൻ തക്കവണ്ണം അത് ഇന്റർനെറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. അത് നിങ്ങളൊന്ന് പോയി വായിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത് അംഗീകരിക്കാൻ പറ്റുന്ന കൃതികളാണോ, ദൈവിക തിരുവെഴുത്തുകളാണോ അല്ലയോ എന്നുള്ളത്. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുകയാണ്. തോമസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷമുണ്ട്. അതിന്റെ ആരംഭിക്കുന്നത് യേശുവിന്റെ വചനം ജൂദാസ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നാം കാണുന്ന 4 സുവിശേഷങ്ങളിൽ പരസ്യ ശുശ്രൂഷയെ പറ്റിയുള്ളതാണ്, പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ രഹസ്യവചനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വാക്യം 7 തോമസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. യേശു പറയുന്നു, മനുഷ്യനെ തിന്നുന്ന സിംഹം ഭാഗ്യവാൻ, എന്തെന്നാൽ സിംഹം മനുഷ്യനാകും. എന്നാൽ സിംഹത്തെ കഴിക്കുന്ന മനുഷ്യൻ നിർഭാഗ്യവാൻ, എങ്കിലും സിംഹം മനുഷ്യനാകും. ഇത് അംഗീകരിക്കണമെന്നാണോ ജനാബ് MM അക്ബർ മൗലവി ഞങ്ങളോട് പറയുന്നത്?
വാക്യം 14 തോമസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. യേശു അവരോട് പറഞ്ഞു, ഉപവസിക്കുന്നവരുടെ മേൽ മഹാപാപം ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവൻ ശപിക്കപ്പെടും. ദാനം ചെയ്യുന്നവൻ അവന്റെ ആത്മാവിന് ഹാനികരം ചെയ്യുന്നു. ജനാബ് അക്ബർ മൗലവി ചോദിക്കുന്നത്, ഇതെന്താണ് നിങ്ങൾ തള്ളിക്കളഞ്ഞത്? ഇതൊന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ പോരെ, തള്ളിക്കളഞ്ഞ് എന്തിനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? മറ്റൊരു സുവിശേഷം, മഗ്ദല മറിയയുടെ സുവിശേഷം, അതും നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ചാപ്റ്റർ 5, 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും പറയുന്നത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് രഹസ്യമായി ലഭിച്ച ഒരു സന്ദേശമാണ്, പരസ്യമായിട്ട് കിട്ടിയതല്ല. രഹസ്യ സന്ദേശങ്ങൾ അങ്ങനെ അപ്പാടെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം സഭയ്ക്കില്ല. 2 ചാപ്റ്റർ 8 വേഴ്സ് 10 മുതൽ 11 വരെ ഇച്ഛയും ആത്മാവും തമ്മിലുള്ള സംവാദമാണ്. ഇച്ഛയും ആത്മാവും തമ്മിലുള്ള സംവാദം ഇത് മുസ്ലിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളാണ്. ഇത് അദ്വൈതത്തോട് ചായ്വുള്ളതായ സന്ദേശങ്ങളല്ലേ പ്രിയ മുസ്ലിം സഹോദരന്മാരെ? ഈ സന്ദേശം അംഗീകരിക്കാത്തത് എന്ത് എന്ന് അക്ബർ മൗലവി ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? 3 ഞാൻ ചില സുവിശേഷങ്ങളിൽ നിന്ന് അക്ബർ മൗലവി നിങ്ങൾ തള്ളിക്കളഞ്ഞത് എന്ത് എന്ന് പറഞ്ഞ സുവിശേഷങ്ങളിൽ നിന്ന് കോട്ടിയെന്നുള്ളതേ ഉള്ളൂ. തള്ളിക്കളഞ്ഞ എന്താണെന്ന് അതിൽ നിന്ന് ഉദ്ധരിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഡയലോഗ് ഓഫ് ദ സേവിയർ, ജൂദാസ് കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഉടനെ കർത്താവ് പറഞ്ഞു, സ്ത്രീകളില്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥിക്കണം. മത്തായി പറഞ്ഞു, അതിൻ്റെ അർത്ഥം സ്ത്രീത്വത്തെ നശിപ്പിക്കണമെന്നല്ലേ? ഉടനെ മറിയ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പോൾ യേശു പറഞ്ഞു, ആർക്കറിയാം? ഡയലോഗ് ഓഫ് ദ സേവിയർ എന്നുള്ളതായ കൃതി സഭ തള്ളിക്കളഞ്ഞത് എന്ത്? MM അക്ബർ തള്ളിക്കളഞ്ഞത് എന്ത് എന്നറിയാൻ ദയവായിട്ടൊന്ന് വായിച്ചു നോക്കുക. മറ്റൊരു സുവിശേഷം അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ളത് ബർണബാസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷമാണ്. അദ്ദേഹത്തിന് മാത്രമല്ല മറ്റു ദാവാപ്രാസംഗികർക്കും വളരെ താല്പര്യമുള്ളതായ ഒരു സുവിശേഷമാണ്. കാരണം ഇസ്ലാമിനോട് അനുകൂലമായി വരുന്ന ചില വാക്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ പറയട്ടെ, അത് 15-ാം നൂറ്റാണ്ടിൽ എഴുതിയ സുവിശേഷമാണ് എന്നുള്ളതിന് ചരിത്രപരമായ എല്ലാ തെളിവുകളും ഉണ്ട്. ഒന്ന്, മാനുസ്ക്രിപ്റ്റ് എവിഡൻസ്. ആകെപ്പാടെ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് 2 കോപ്പി. ഒന്ന് ഇറ്റാലിയൻ ഭാഷയിലുള്ളതായ വിയന്ന ലൈബ്രറിയിലുള്ള കോപ്പിയും 2 സ്പാനിഷ് ഭാഷയിലുള്ളതായ ചില ഈ സുവിശേഷത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. 15-ാം നൂറ്റാണ്ട് മുതലുള്ള മാനുസ്ക്രിപ്റ്റേ നമുക്കിതിനുള്ളൂ. എന്നാൽ ഇന്ന് ബൈബിളിലുള്ള സുവിശേഷങ്ങളുടെ മാനുസ്ക്രിപ്റ്റിന്റെ ഏറ്റവും പുരാതനമായത് കുറഞ്ഞ പക്ഷം AD 110 ഒരു ഫ്രാഗ്മെന്റ് ആണ്. ഇതിന് 15-ാം നൂറ്റാണ്ടിലുള്ള മാനുസ്ക്രിപ്റ്റ് എവിഡൻസേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ആന്തരിക തെളിവുകൾ ഇത് 15-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്നുള്ളതിനെ പൂർണ്ണമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അധ്യായം 83, ബർണബാസിന്റെ സുവിശേഷം അധ്യായം 83, അദ്ദേഹം എഴുത്തുകാരൻ പറയുന്നത് ജൂബിലി എല്ലാ 100 വർഷവും ആഘോഷിക്കുന്നു എന്നാണ്. ജൂബിലി എല്ലാ 100 വർഷവും ആഘോഷിക്കുന്നതെന്നാണ്. എന്നാൽ ലേവ്യ പുസ്തകം 25-ന്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുന്ന എല്ലാവർക്കും അറിയാം, ജൂബിലി ആഘോഷിക്കുന്നത് എല്ലാ 50 വർഷത്തിലുമാണ്. ഈ അബദ്ധം ഈ ഗ്രന്ഥകാരന് എങ്ങനെ പറ്റിയതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AD 1300 അന്ന് നിലവിലുണ്ടായിരുന്ന പോപ്പ് പ്രഖ്യാപിച്ചു, ജൂബിലി ഇനി മുതൽ ആഘോഷിക്കേണ്ടത് എല്ലാ 100 വർഷവുമാകുന്നു. അദ്ദേഹം പറഞ്ഞു, എഴുത്തുകാരൻ കേട്ടു, അദ്ദേഹം അതങ്ങ് എഴുതി വെച്ചു. മുമ്പ് ജീവിച്ചിരുന്നവരായിരുന്നുവെങ്കിൽ ഈ അബദ്ധം ഇതിനകത്ത് എഴുതുമോ? എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തെ തുടർന്ന് പിന്നീട് വന്നതായ പോപ്പ് അത് തിരുത്തുകയും ചെയ്തു. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ 50 വർഷം തന്നെയാണ് ജൂബിലി എന്നുള്ളത് പിന്നീട് വന്ന പോപ്പ് തിരുത്തുകയും ചെയ്തു. എന്നാൽ ഗ്രന്ഥകാരന് അതിനിടയ്ക്ക് അബദ്ധം സംഭവിച്ചു പോയി. ആന്തരിക തെളിവുകൾ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായിട്ടും ധാരാളം അബദ്ധങ്ങൾ ഉള്ളതാണ്. ഈ ബർണബാസിന്റെ സുവിശേഷം അധ്യായം 20 പറയുന്നത്, ഗലീലിയയിൽ കടൽ കൂടെ കർത്താവ് നസ്രയത്തിലേക്ക് തുഴഞ്ഞുപോയി എന്നാണ്. നസ്രയത്തിലേക്ക് തുഴഞ്ഞുപോയി. നസ്രയത്ത് ഏതാണ്ട് കടൽ തീരത്തിന്റെ അടികരാണോ? ഭൂമിശാസ്ത്രം അറിയാവുന്നവർക്കറിയാം, അതും ഒരു അബദ്ധമാണ്.
ബർണബാസിന്റെ സുവിശേഷം നിങ്ങൾ എന്തിനാണ് തള്ളിക്കളയുന്നത്? ജനാബ് അക്ബർ മൗലവി അതൊന്ന് വായിച്ചു നോക്കണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ. എന്ന് മാത്രമല്ല, പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവി ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ് ഒരു കാര്യമെങ്കിലും അദ്ദേഹം ഒന്ന് ചിന്തിക്കണം. ഇത് ഖുർആൻ അനുകൂലമാണോ? ചില കാര്യങ്ങൾ ഖുർആൻ അനുകൂലമായിട്ടുണ്ട്, എന്നാൽ ഖുർആന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്താണ് അദ്ദേഹം പറയുന്നത്? അധ്യായം 96 പറയുന്നു, യേശു മശിഹയല്ല. ഇവിടെ ഇരിക്കുന്ന എത്ര മുസ്ലിം സഹോദരി സഹോദരന്മാർ അത് അംഗീകരിക്കും? യേശു മശിഹയല്ലേ എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എത്ര മുസ്ലിം സഹോദരി സഹോദരന്മാർ അംഗീകരിക്കും? നിങ്ങളിൽ ഒരുവർ പോലും അംഗീകരിക്കുകയല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒറ്റ മുസ്ലിം സഹോദരി സഹോദരന്മാർ പോലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പറയുകയല്ല യേശു മശിഹയല്ലെന്ന്. നിങ്ങൾ എല്ലാവരും ഏറ്റുപറയും യേശു മശിഹ തന്നെ. എന്നാൽ ഈ ബർണബാസിന്റെ സുവിശേഷത്തിൽ പറയുന്നു യേശു അല്ല മശിഹ, പിന്നെ ആരാണ് മശിഹ? ചാപ്റ്റർ 96 പറയുന്നു, അധ്യായം 96 പറയുന്നു യേശു മശിഹയല്ല, പിന്നെ ആരാണ് മശിഹ? അധ്യായം 97 മുഹമ്മദ് ആകുന്നു മശിഹ. അത് നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണോ? ഇസ്ലാമും ക്രൈസ്തവ വിശ്വാസവും പൂർണ്ണമായി അറിവില്ലാത്ത ഏതോ ഒരു ഗ്രന്ഥകാരൻ കെട്ടിച്ചമച്ച കഥയല്ലേ ഇത്? സൂറ 4:171 യേശു മശിഹ എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചപ്പോൾ ബർണബാസിന്റെ സുവിശേഷം ഇരിക്കുന്നത് എന്തിനെ എന്ന് MM അക്ബർ മൗലവി ചോദിക്കുന്നത് എങ്ങനെ? പ്രിയ സ്നേഹിതരെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, സുവിശേഷങ്ങളെ, ഇന്ന് ബൈബിളിലുള്ള 4 സുവിശേഷങ്ങളെ തള്ളിക്കളയുവാൻ വേണ്ടി ക്രൈസ്തവരെ ആഹ്വാനം ചെയ്യുന്ന ജനാബ് MM അക്ബർ മൗലവി അദ്ദേഹത്തിന്റെ ഖുറാനെങ്കിലും ഒന്ന് ശരിയായി പഠിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം അത് ആവശ്യപ്പെടുകയില്ലായിരുന്നു. അതിന് കാരണമെന്ത്? സൂര 5:47 പറയുന്നത് ഭക്ഷണത്തളിക. സൂര 5:47 പറയുന്നത് ഇഞ്ചിലെ അനുയായികൾ അത് പ്രകാരം വിധിക്കട്ടെ. മുഹമ്മദ് നബി അന്നുള്ള ക്രൈസ്തവരോട് പറയുകയാണ്, നിങ്ങൾ സുവിശേഷ പ്രകാരം വിധിപ്പീൻ. സുവിശേഷം അവരുടെ കൈവശമില്ലായിരുന്നുവെങ്കിൽ, സുവിശേഷം തിരുത്തപ്പെട്ടുവെങ്കിൽ, സുവിശേഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ മുഹമ്മദ് നബി അന്നുള്ള ക്രൈസ്തവരോട് എങ്ങനെയാണ് പ്രിയ സ്നേഹിതരെ പറയുന്നത് അത് പ്രകാരം വിധിപ്പീൻ എന്ന്? സൂര 5:71 പറയുന്നത്, പറയുക വേദക്കാരെ, തൗറത്തും ഇഞ്ചിലും നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളാകുന്നു. അത് നിങ്ങൾ നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അന്നുള്ള ക്രൈസ്തവരോട് മുഹമ്മദ് നബി പറയുന്നത്, നിങ്ങൾ തൗറത്തും ഇഞ്ചിലും നിലനിർത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. സൂറ 7:156 മുതൽ 157 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അതായത് തങ്ങളുടെ പക്കലുള്ള തൗറത്തിലും, ശ്രദ്ധിച്ച് കേൾക്കണം, ജനാബ് MM അക്ബർ മൗലവിയുടെ നിഷ് ഓഫ് ട്രൂത്തുകാരുടെ ഓഫീസിൽ നിന്ന് തന്നെ മേടിച്ച ഖുറാന്റെ പരിഭാഷയാണ് ഞാനിവിടെ വായിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറയും അറബിക്കിൽ അതങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ നിഷ് ഓഫ് ട്രൂത്തുകാരുടെ ഓഫീസിൽ നിന്ന് മേടിച്ച ഖുറാൻ പരിഭാഷയിൽ തന്നെ എഴുതുന്നത്, അതായത് തങ്ങളുടെ പക്കലുള്ള തൗറത്തിലും ഇഞ്ചിലും രേഖപ്പെടുത്തിയിട്ടുള്ളതായ, അവരുടെ പക്കലുള്ളതായ, അവരുടെ കൈവശമുള്ളതായ തൗറത്തിലും ഇഞ്ചിലും. പിന്നെ എങ്ങനെയാണ്, എന്നാണ് ഈ സുവിശേഷം നഷ്ടപ്പെട്ടത്? AD 600 മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് ക്രൈസ്തവരുടെ കൈവശം ഈ സുവിശേഷം ഉണ്ടായിരുന്നുവെങ്കിൽ, മുസ്ലിം സ്നേഹിതരെ, ജനാബ് MM അക്ബർ മൗലവിയെ, എന്നാണ് ഈ സുവിശേഷം നഷ്ടപ്പെട്ടത്? അക്ബർ മൗലവിക്ക് യാതൊരു സംശയത്തിനും ഇട നൽകാത്തവണ്ണം അള്ളാഹു ഒരു ഉദാഹരണം കൂടെ ഖുറാനിൽ കൊടുത്തു. സൂര 48:29 പറയുകയാണ്, ഇഞ്ചിലിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇഞ്ചിലിൽ, സുവിശേഷത്തിൽ അവരെ പറ്റിയുള്ള ഉപമ ഇതാകുന്നു. ഇപ്പോൾ അള്ളാഹു ഇഞ്ചിലിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ആ ഇഞ്ചിൽ വചനം എവിടെയാണ്? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ എടുത്ത് അള്ളാഹു പറയാണ്, ഇഞ്ചിലിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനാബ് MM അക്ബർ മൗലവിയെ പോലുള്ള മുസ്ലിം പണ്ഡിതന്മാർക്ക് യാതൊരു സംശയത്തിനും ഇട നൽകാത്തവണ്ണം അള്ളാഹു പ്രഖ്യാപിക്കുന്നു, ഇഞ്ചിലിൽ അതിപ്രകാരം പറഞ്ഞിരിക്കുന്നു. അത് ഇഞ്ചിലിൽ പറഞ്ഞിട്ടുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 26 മുതൽ 28 വരെ വാക്യങ്ങളെ ഉദ്ധരിച്ചാണ് അള്ളാഹു പറഞ്ഞത്.
അപ്പോൾ ഇഞ്ചിൽ നഷ്ടപ്പെട്ടുവെന്നും തിരുത്തപ്പെട്ടുവെന്നും അത് നിങ്ങൾ മാറ്റിമറിച്ചുവെന്നും ഒക്കെ ജനാബ് എം അക്ബർ മൗലവി പറയുന്നത് മുസ്ലിം സഹോദരന്മാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വാദമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ പരിഗണക്കെടുത്ത് നിങ്ങൾ തന്നെ അതൊന്ന് പഠിച്ചു നോക്കണം. ഖുർആൻ മാത്രമല്ല, സഹികൾ ബുഖാരിയും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു, ഹദീസുകൾ ഇതിന് സാക്ഷ്യം വഹിക്കുകയാണ്. സഹി ബുഖാരി വോളിയം 4 ബുക്ക് 55 ഹദീസ് നമ്പർ 605 അന്ന് സുവിശേഷങ്ങൾ അറബിക്കിലുള്ളതായി പറയുന്നു. സഹി ബുഖാരി വോളിയം 9 ബുക്ക് 87 ഹദീസ് നമ്പർ 111. ഇതൊക്കെ മുസ്ലിങ്ങളുടെ മാതാവായ ഐഷ ഉദ്ധരിച്ച വചനങ്ങളാണ്. ഇൻസതനുസരിച്ച് പോയാലും മതനുസരിച്ച് പോയാലും ഇത് ആധികാരിക ഹദീസ് തന്നെയാണ്. ആ ആധികാര ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, അന്ന് അറബിക്കിലുള്ള സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു, പരിഭാഷകൾ ഉണ്ടായിരുന്നു. അതേപോലെ സഹി ബുഖാരി വോളിയം 1 ബുക്ക് 1 ഹദീസ് നമ്പർ 3 എബ്രായ ഭാഷയിൽ സുവിശേഷമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും സഹി ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 478 എബ്രായ ഭാഷയിൽ ഇഞ്ചിലുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ, അതിനുശേഷം ഹദീസ്. അത് മാത്രമല്ല പ്രിയ സ്നേഹിതകളെ, സിറകളും അക്ബർ മൗലവി ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല.